തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന് പറയുന്ന ജില്ലയിലെ സിംഗംപുണരി എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു പോലീസ് സൂപ്രണ്ടായിരുന്നു ജീതോസ്. അദ്ദേഹത്തിന്റെ ഭാര്യ രാജി. ഇവർക്ക് 1985 ഫെബ്രുവരി 17 ഒരു ആൺകുട്ടി ജനിക്കുന്നു. അവർക്ക് ഓൾറെഡി ഒരു പെൺമകളുണ്ട്. കൂടാതെ അവർക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നു. അപ്പോൾ വീട്ടിൽ ഭയങ്കര സന്തോഷമാവുന്നു. കാരണം ആൺകുട്ടി ജനിക്കുന്നു, അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം, അല്ലെങ്കിൽ അച്ഛൻ മകൻ IPS ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പതിയെ ആ ആൺകുട്ടി വളരാൻ ആരംഭിക്കുന്നു. അവൻ്റെ അച്ഛൻ്റെ കൂടെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. കാരണം അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അച്ഛന് നെയിം ബാഡ്ജ് വെച്ച് കൊടുക്കുന്നു, അച്ഛൻ്റെ ബെൽറ്റിലെ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു, അച്ഛന് ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അച്ഛനോട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുള്ള ഒരു മകനായിട്ട് അവൻ വളർന്നു വരികയാണ്. അച്ഛനോട് ജയിൽ സൂപ്രണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീട്ടിൽ വരാറുള്ളായിരുന്നു. വീട്ടിൽ വരുന്നതിന് മുമ്പ് ഫോണിൽ വിളിച്ച് അവരോട് പറയും. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഫോൺ വിളിക്കുകയാണ്. രാവിലെ ഒരു 8 മണിയായി കാണും. 8 മണിക്ക് വിളിക്കുന്നു. ഫോൺ എടുത്തത് പുള്ളിയുടെ മകനാണ്. അപ്പോൾ അവനോട് പറയാണ്, അച്ഛൻ നാളെ വരും, അപ്പോൾ നമുക്ക് നാളെ കറങ്ങാൻ പോവാം, ഔട്ടിങ്ങിന് പോവാം, ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ അച്ഛനോട് ഓക്കെ പറയുന്നു. അങ്ങനെ 17 വയസ്സുകാരനായ ആ പയ്യൻ തൻ്റെ അച്ഛന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ അച്ഛൻ വന്നില്ല. പകരം വന്നത് ഒരു ആംബുലൻസ് ആയിരുന്നു. ആ ആംബുലൻസിലാകട്ടെ അവൻ്റെ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരവും. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അവൻ്റേത്. ഇനി ആ ഫാമിലിയുടെ കാര്യം ആര് നോക്കും? അവൻ്റെ അമ്മയുടെ കാര്യം, അവൻ്റെ ചേച്ചിയുടെ കാര്യം, അങ്ങനെ ഫാമിലിയുടെ മുഴുവൻ ഭാരവും അവൻ്റെ തലയിലാകുമെന്ന് അവനറിയാമായിരുന്നു. വീട്ടിലെ ഒരു ആൺകുട്ടിയായ ഉള്ള അവസ്ഥ അതാണ്. അമ്മയെയും പെങ്ങളെയും സമാധാനിപ്പിക്കണമെന്ന് അവനുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ വേർപാട് അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന വഴി അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉദിച്ചു. കാരണം ഡിപ്രഷൻ അവനെ വളരെയധികം വേട്ടയാടിയിരുന്നു. അങ്ങനെ സ്കൂളിൽ ചെന്ന് പതിയെ മിമിക്രിയും ഓൺ സ്റ്റേജ് ഷോയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ പരിപാടി ചെയ്യുമ്പോഴും അവന് കിട്ടുന്ന കയ്യടി അതായിരുന്നു ആ ഡിപ്രഷനിൽ നിന്നും അവനെ ഹീൽ ചെയ്യാനുള്ള ഒരു മരുന്നായിട്ട് അവൻ കരുതിയിരുന്നത്. അങ്ങനെ പതിയെ മിമിക്രിയിലും ഓൺ സ്റ്റേജ് കോമഡികളിലൊക്കെ അവൻ തിളങ്ങാൻ ആരംഭിച്ചു. അവന് കിട്ടുന്ന കയ്യടികളെല്ലാം അവൻ്റെ തൻ്റെ മരുന്നാക്കി മാറ്റി പതിയെ മുന്നോട്ട് പോകാൻ ആരംഭിച്ചു. അങ്ങനെ IPS ഓഫീസർ എന്ന അച്ഛൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ MBA പഠിക്കാൻ ആരംഭിച്ചു. MBA പഠിച്ച് എൻട്രൻസ് എഴുതി നിൽക്കുന്ന സമയത്ത് ഒരു 3 മാസം ഗ്യാപ്പ് കിട്ടി. അപ്പോഴാണ് വിജയ് TV-യിൽ കലക്കപ്പോതി ആരെന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ നടക്കുന്നത് അവൻ അറിയുന്നത്. നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. വീട്ടുകാരോട് ആരോടും പറയാതെ മധുരയിൽ ഇപ്പോൾ ഓഡിഷന് പങ്കെടുത്തു. ഓഡിഷന് സെലക്റ്റായി. അതിനുശേഷം ആ ഷോ അവൻ വിജയിച്ചു. പതിയെ തൻ്റെ മേഖല ഇതാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ അതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. ആങ്കർ ആവാനും TV ഷോകളിൽ പങ്കെടുക്കാനും, ഡാൻസ് അറിയാത്തവൻ ഡാൻസ് കളിച്ചവരെ ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് സിനിമയിലേക്ക് ഒരു ചാൻസ് ലഭിക്കുന്നത്. അജിത് നായകനായ ഏകൻ എന്ന സിനിമയിൽ അവനെ വിളിച്ചു അഭിനയിപ്പിച്ചു. തൻ്റെ ആദ്യ സിനിമ റിലീസിന് വരുന്നു എന്നൊരു എക്സൈറ്റ്മെൻറ്റിലെ വീട്ടുകാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാം പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന ആ പയ്യൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇടുത്തിയായിട്ടാണ് ആ ഒരു ന്യൂസ് വരുന്നത്. കാരണം അവൻ്റെ സീനുകളെല്ലാം ആ സിനിമയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി. തകർന്നുപോയി ചെക്കൻ. തകർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താ പറ്റിയെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. അവൻ എല്ലാവരും വിളിച്ച് തിയേറ്ററിൽ പോകാനിരുന്ന അവൻ്റെ നെഞ്ചിലേക്ക് ഒരു ഉൽക്ക വന്ന് പതിച്ച പോലൊരവസ്ഥയായിപ്പോയി. പക്ഷേ അവൻ തളർന്നില്ല. വീണ്ടും അവസരങ്ങൾ തേടി മുന്നോട്ട് പോയി. അവന് പല അവസരങ്ങൾ കിട്ടി. സൈഡ് റോളുകൾ കിട്ടി, വില്ലൻ റോളുകൾ കിട്ടി. അങ്ങനെ പതിയെ അവൻ മുൻനിരയിലേക്ക് കയറി വരാൻ തുടങ്ങി. സൈഡ് റോളുകളിൽ നിന്നും നായകൻ്റെ വേഷത്തിലെത്താൻ തുടങ്ങി. അവനെ നായകനായി ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങി. പതിയെ അവൻ തൻ്റെ സാമ്രാജ്യം സൃഷ്ടിച്ചു. അവസാനം അവൻ കോളിവുഡിലെ പ്രിൻസ് എന്നറിയപ്പെട്ടു. യെസ്, ഇത് അവൻ്റെ കഥയാണ്. ബോളിവുഡിലെ പ്രിൻസിൻ്റെ കഥ. അതിലുപരി അച്ഛൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും പ്രതിസന്ധികളെ തരണം ചെയ്ത് മാറ്റി പുറത്തേക്ക് വന്ന നായകൻ്റെ കഥ. അതെ, അതവനായിരുന്നു. അവൻ്റെ പേര് ശിവകാർത്തികേയൻ.